അപ്പോൾ വേനൽമഴയ്ക്ക് മുമ്പ് തന്നെ ഇപ്പോൾ ഈ വേനൽമഴയാണ്, പക്ഷേ ഈ വേനൽമഴയിലും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ KCBക്ക് ഉണ്ടായി. നമുക്ക് എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ നോക്കാം. ശക്തമായ മഴയിലും കാറ്റിലും വൈദ്യുതി വിതരണ ശൃംഖലയ്ക്കുണ്ടായത് കനത്ത നാശനഷ്ടമെന്ന് KCB. മഴ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ മുൻകരുതൽ എടുക്കണമെന്ന് ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി. പ്രതികൂല കാലാവസ്ഥയിലും ജീവനക്കാർ പൂർണ്ണമായും നിരതരാണെന്നും ജനങ്ങളുടെ സഹകരണം ആവശ്യമാണെന്നും KCB ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി ഉണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 109 വൈദ്യുതി തൂണുകളാണ് തകർന്നത്. 120 എണ്ണം കടപുഴകി വീണു. 325 ഇടങ്ങളിൽ കമ്പിപൊട്ടലുണ്ടായി. സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണും മരച്ചിലകൾ ലൈനിൽ പതിച്ചും വൈദ്യുതി വിതരണ ശൃംഖലയ്ക്കുണ്ടായത് കനത്ത നാശനഷ്ടമെന്നാണ് കണക്കുകൾ. പ്രകൃതി ദുരന്തം വരുത്തിയ പ്രതിബന്ധങ്ങൾ വകവയ്ക്കാതെ KCB ജീവനക്കാർ പൂർണ്ണമായും കർമ്മനിരതരാണെന്നും അപകടങ്ങൾ ഒഴിവാക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ മുൻകരുതൽ എടുക്കണമെന്നുമാണ് KCBയുടെ നിർദ്ദേശം. സമയബന്ധിതമായ ഇടപെടലുകളിലൂടെ അപകടങ്ങൾ ഒഴിവാക്കാനും വൈദ്യുതി പുനഃസ്ഥാപിക്കുവാനുമുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. വ്യാപകമായി നാശമുണ്ടായ പ്രദേശങ്ങളിൽ ആരംഭിച്ച വൈദ്യുതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിൽ വൈദ്യുതി നൽകാൻ സാധിച്ചിട്ടില്ല. വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ച സ്ഥലങ്ങളിൽ വൈദ്യുതി ലഭിക്കാത്തവർ അതത് സെക്ഷൻ ഓഫീസിൽ അറിയിക്കണമെന്നും KCB നിർദ്ദേശിച്ചു. വൈദ്യുതി തടസ്സം സംബന്ധിച്ച പരാതികൾ KCBയുടെ ടോൾ ഫ്രീ നമ്പറിലും വാട്സ്ആപ്പ് നമ്പറിലും അറിയിക്കാനുള്ള സംവിധാനവും KCB ഒരുക്കിയിട്ടുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.